വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 16th നവംബർ. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 18th നവംബർ മുതൽ 22nd നവംബർ വരെയുള്ള വീക്കാണ്. നെക്സ്റ്റ് വീക്കിൽ മഹാരാഷ്ട്രയിൽ ഉള്ള ഇലക്ഷൻസിൻ്റെ സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻ ഉള്ളതുകൊണ്ട് 20th സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് മുടക്കാണ്. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ 4 ട്രേഡിംഗ് ഡേയ്സ് മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ നമുക്ക് കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന പോലെ വീണ്ടും ആ കറക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ വീക്കിൽ 615 പോയിൻറ്റ്സാണ് നിഫ്റ്റി കറക്റ്റ് ചെയ്തത്. ഇതിനു മുമ്പുള്ള വീക്കിൽ ഒരു കൺസോളിഡേഷൻ നമ്മൾ കണ്ടു എന്നുണ്ടെങ്കിലും കഴിഞ്ഞ വീക്കിൽ വലിയ സെൽ ഓഫ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വീക്കിൽ 4 ട്രേഡിംഗ് ഡേയ്സിലും കണ്ടത്. എന്തായാലും നിഫ്റ്റിയുടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന 23,189 എന്നുള്ള ടാർഗറ്റിന് അടുത്തേക്ക് നിഫ്റ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം നിഫ്റ്റിയുടെ 200 ഡെയിലി മൂവിങ് ആവറേജ് വരുന്നത് 23,355 ആ ലെവലും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ഒരു സപ്പോർട്ടിലേക്ക് നിഫ്റ്റി എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, എവിടെ നോക്കിയാലും വളരെ നെഗറ്റീവായിട്ടുള്ള സംസാരം മാത്രമാണ് മാർക്കറ്റിലുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, എല്ലാവരും ഫിയർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്. പക്ഷേ ഇമ്മീഡിയറ്റായിട്ടൊരു പക്ഷേ മുകളിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിലും ഇത് ഇപ്പോൾ ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു സെൽ ഓഫ് വലിയ കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു സെൽ ഓഫ് നടന്നു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മോർ ദാൻ 50% സ്റ്റോക്കുകളും 20%-ലധികം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം കൊണ്ട് നോക്കുകയാണെങ്കിൽ ലെസ് ദാൻ 5% സ്റ്റോക്കുകൾ മാത്രമേ ഒരു 52 വീക്കിന് അരികിലൊക്കെ ട്രേഡ് ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണിക്കുന്നത് മാർക്കറ്റ് ഒരു റിവേഴ്സൽ പോയിന്റിന് അല്ലെങ്കിൽ ഒരു സെൽ ഓഫ് എല്ലാം കഴിഞ്ഞ് ഒരു ബൈങ് ലെവലിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ലെവലിൽ നമുക്ക് നമ്മുടെ സ്റ്റോക്കുകളൊക്കെ കയ്യിലുള്ള സ്റ്റോക്കുകളിലൊക്കെ വീണ്ടും ഫർദർ സ്റ്റോക്കുകൾ ആഡ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ്. നമുക്കറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കഴിഞ്ഞ ദിവസം നടന്നത്, ഗ്ലോബൽ ബ്രോക്കിംഗ് ഹൗസ് ആയിട്ടുള്ള CLSA കഴിഞ്ഞ ദിവസത്തിൽ പറയുകയുണ്ടായി, അവർ ഒക്ടോബർ മന്തിലെല്ലാം ഇന്ത്യയിൽ നിന്നും വിറ്റ് ചൈനയിലേക്ക് മൂവ് ചെയ്യാനുള്ള, അവിടുത്തെ സ്റ്റിമുലസ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ളൊരു തീരുമാനം ഒരു തെറ്റായി പോയി എന്നുള്ളതും, അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണെന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസത്തിൽ പറയുകയുണ്ടായില്ല. അപ്പോൾ കാരണം അവർക്ക് ഡൊണാൾഡ് ട്രംപ് US ജയിച്ചതിന് ശേഷം ട്രംപ് 2 ഗവൺമെൻറ് വരുന്നതോടുകൂടി കുറേയധികം റെസ്ട്രിക്ഷൻസ് ചൈനയുടെ മേലിൽ ഇമ്പോസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരേറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ്പോർട്സിലാണ്. അവരുടെ എക്സ്പോർട്ട് ബിസിനസ്സുകൾ കാര്യമായിട്ട് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയിലെ മാർക്കറ്റുകൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പോസിബിലിറ്റി വളരെ കുറവാണ്. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യക്ക് മുമ്പിൽ കുറേയധികം ഓപ്പർച്യൂണിറ്റീസ് ട്രംപ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്ലോബൽ ഫെയിംസ് അല്ലെങ്കിൽ FIs എല്ലാം ഇവിടെ നിന്നും വിറ്റ് കഴിഞ്ഞ് ഒക്ടോബർ മന്തിലൊക്കെ അങ്ങോട്ട് മൂവ് ചെയ്തിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലേക്ക് തിരിച്ചു വരികാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ കണ്ടു, ഒക്ടോബർ മന്തിലെല്ലാം 1.25 lakhs crores സെല്ലിംഗ് ആണ് ഇന്ത്യയിൽ നടത്തിയത്. അതിൻ്റേതായിട്ടുള്ളൊരു കറക്ഷനാണ് മാർക്കറ്റിൽ നമ്മൾ കണ്ടതെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ FIs ഇനിയും തിരിച്ചു വരികയും, അതുപോലെ തന്നെ ഇവിടെ നമുക്കറിയാം മാർക്കറ്റ് ഒരു ഓവർ വാല്യൂഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിന്നിരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്വാർട്ടറിൻ്റെ റിസൾട്ട്സുകൾ പലതും നമ്മൾ വിചാരിച്ചാൽ മോശമായിട്ടുള്ള റിസൾട്ടുകൾ വരികയും ചെയ്തതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കറക്ഷൻ ഉണ്ടായതെന്നുണ്ടെങ്കിൽ ഈ ഒരു കറക്ഷൻ ഇപ്പോൾ ആവശ്യത്തിനുള്ളൊരു കറക്ഷനായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന ഈ സിറ്റുവേഷൻ വളരെ ഫേവറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ട് തന്നെ നമ്മൾ കാണണം. നമുക്കറിയാം, കോവിഡിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള പല ഇൻവെസ്റ്റേഴ്സും
മാർക്കറ്റിൽ ഇതുപോലുള്ളൊരു കറക്ഷൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള ഫിയർഫുള്ളായിട്ടുള്ള ന്യൂസുകൾ മാർക്കറ്റിൽ ഇപ്പോഴുണ്ടല്ലോ. മാർക്കറ്റ് 20,000 നിഫ്റ്റി 20,000 താഴെ പോകുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ പാനിക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളൊരു പാനിക് സിറ്റുവേഷനിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് മുകളിലേക്ക് പോവുക. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ കോൺഫിഡൻസോട് കൂടി അവരുടെ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുക. നമുക്കറിയാം നമ്മുടെ GDP ഈ വർഷവും നമുക്ക് 7.1%-ലധികം ഗ്രോത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. എന്തായാലും ഈ ഒരു ക്വാർട്ടറിൻ്റെ റിസൾട്ട് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കറക്ഷനും FISൻ്റെ ഓവറായിട്ടുള്ളൊരു സെല്ലിങ്ങും മൂലം ഉണ്ടായിട്ടുള്ളൊരു കറക്ഷൻ എന്തായാലും പല സ്റ്റോക്കുകളും ഒരു വാല്യൂ ബൈയിങ്ങിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ മാർക്കറ്റ് വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഇവിടെ നിന്ന്. അപ്പോൾ സ്ലോലി ഒരുപക്ഷെ നവംബറും ഡിസംബറും കൂടെ ഒരു കൺസോളിഡേഷൻ എടുത്തേക്കാം എന്നുണ്ടെങ്കിലും ജനുവരി മുതൽ നമ്മുടെ മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കറക്ഷൻ ഇപ്പോൾ ഓൾമോസ്റ്റ് 23,189 എന്നുള്ള ആ ലെവലിൽ കംപ്ലീറ്റ് ആയി അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യുമെന്ന് തന്നെയുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ വേണം ഇനി മൂവ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ കാണുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. സെൻസെക്സ് കഴിഞ്ഞ വീക്കിൽ 1906 പോയിൻറ്റ്സ് ആണ് കറക്റ്റ് ചെയ്തത്. 77,580 സെൻസെക്സ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ്. നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 54,043 2,308 പോയിൻറ്റ്സിൻ്റെ ഹെവി ആയിട്ടുള്ള ഒരു കറക്ഷനോടുകൂടിയാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് പക്ഷേ 844 പോയിൻറ്റ്സ് താഴ്ന്നു 17,601 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് എന്തായാലും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കറക്ഷൻ ഓൾമോസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കാണണം. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ജിയോ ഫിനാൻഷ്യൽസും അതുപോലെ തന്നെ സൊമാറ്റോയും പോലെ 45 സ്റ്റോക്സോളം NSEയുടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സെഗ്മെൻറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജിയോ ഫിനാൻഷ്യൽസും അതുപോലെ സൊമാറ്റോവും നിഫ്റ്റി 50 ഇൻഡെക്സിലേക്ക് എൻ്റർ ചെയ്യുന്നു എന്നുള്ള ഒരു ന്യൂസ് കൂടെ ഉണ്ട്. അപ്പോൾ അത് ഈ രണ്ട് സ്റ്റോക്കുകളും വരും ദിവസങ്ങളിലും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. നിഫ്റ്റിയിൽ നിന്നും റിമൂവ് ചെയ്യുന്ന സ്റ്റോക്കുകൾ BPCLും അതുപോലെ തന്നെ ഈശ്വർ മോട്ടോഴ്സുമാണ്. അതുപോലെ നമുക്ക് ഇപ്പോഴത്തെ മാർക്കറ്റിനൊരു ടെക്നിക്കൽ കറക്ഷനായിട്ട് നമ്മൾ കണ്ടാൽ മതി. ഗ്ലോബലായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ക്വാർട്ടറിൻ്റെ റിസൾട്ടിൻ്റെ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു കറക്ഷനും. എന്തായാലും നമുക്ക് ഫസ്റ്റ് ഹാഫിൻ്റെ റിസൾട്ട്സ് മോശമായിരുന്നു എന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൻ്റെ റിസൾട്ട്സ് എന്തായാലും വളരെ നല്ല രീതിയിലായിരിക്കുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ലെവലിൽ നമുക്കറിയാം ഈ ലെവലിലൊക്കെ എൻ്റർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം താഴെ ലെവലിലേക്ക് ഒരു ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മുകളിലേക്ക് കുറേയധികം മൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കുറേ കൂടെ സ്റ്റോക്കുകളൊക്കെ ആഡ് ചെയ്യാൻ ഈ അവസരങ്ങൾ ഉപയോഗിക്കണം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 90%-ലധികം സ്റ്റോക്കുകളും 200-ഡേ മൂവിങ് ആവറേജിന് മുകളിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രേഡ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ 53% സ്റ്റോക്കിൽ അധികം മാത്രം 53% സ്റ്റോക്കുകൾ മാത്രമാണ് 200 DMAക്ക് മുകളിൽ ട്രേഡ് ചെയ്യുന്നതെന്നുള്ളതും. അതുപോലെ മറ്റൊരു ഇതോടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 5%-ലധികം 5%-ഓളം സ്റ്റോക്കുകൾ മാത്രമാണ് 52 വീക്കിന് അരികിൽ ട്രേഡ് ചെയ്യുന്നുള്ളൂ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് രണ്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ സെൽ ഓഫ് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് മാർക്കറ്റിൻ്റെ ഈ ഒരു കൺസോളിഡേഷനോട് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോവും എന്നുള്ളത് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും വാല്യുവേഷൻസ് ഇപ്പോൾ ഒരു റീസണബിൾ ലെവലിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമുക്കൊരു ഹൈ വാല്യുവേഷൻസും അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഒരു ഏണിങ്സിൽ വന്ന കുറവാണ് ഈ കറക്ഷൻ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ
യാതൊരു സംശയവും വേണ്ട. നമ്മൾ ഇൻ്റർനാഷണലായിട്ടുള്ള കുറേയധികം കാരണങ്ങൾ നമ്മളിതിനൊക്കെ കാണാമെന്നുണ്ടെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ GDP 7.1%-ലധികം ഇന്ത്യയുടെ GDP 7.1%-ലധികം മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റും നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും CLSA കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ചൈനയിലേക്ക് മൂവ് ചെയ്തൊരു മിസ്റ്റേക്കായിരുന്നു എന്നുള്ളൊരു കാര്യം ഡൊണാൾഡ് ട്രംപിൻ്റെ വിജയത്തോടു കൂടി അവർ മനസ്സിലാക്കുകയും ആ ഒരു മിസ്റ്റേക്ക് തിരുത്തി അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സെല്ലിങ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റിൻ്റെ ആ ഒരു ഫോളിന് പ്രധാനപ്പെട്ട കാരണമായി എന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വരുന്നതോടുകൂടി മാർക്കറ്റ് വീണ്ടും സ്റ്റെബിലൈസ് ചെയ്യുകയും മുകളിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും എന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ നമ്മൾ എല്ലാ വീഡിയോയിലും ഒരു 20%-ലധികമൊക്കെ ഇനി മുകളിലേക്ക് മൂവ് ചെയ്യാവുന്ന ഹൈ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കാറുണ്ടല്ലേ. അപ്പോൾ നമുക്കിന്ന് അങ്ങനെയുള്ള കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ച് നോക്കാം. അതിലാദ്യത്തെ സ്റ്റോക്ക് നമ്മളിപ്പോൾ കാണുന്ന ചാർട്ട് അരബിന്ദോ ഫാർമയുടെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അരബിന്ദോ ഫാർമ കഴിഞ്ഞ വീക്കിൽ 1249 ലെവലിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു കറക്ഷനിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്ക് ഇനി ഒരു ലെവലിൽ നിന്നൊരു മുകളിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു 20%-ഓളം മൂവ് ചെയ്യും എന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ഡോക്ടർ ലാൽപത്ത് ലാബ്സ്. ഈ സ്റ്റോക്കും നല്ലൊരു രീതിയിലുള്ള ഒരു കറക്ഷനിലൂടെ കടന്നു പോയതിന് ശേഷം കഴിഞ്ഞ തേഴ്സ്ഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 2956-ലാണ്. അപ്പോൾ ഈ സ്റ്റോക്കിലും ഡോക്ടർ ലാൽപത്ത് ലാബ്സും നമുക്കൊരു മുകളിലേക്ക് ഇവിടുന്ന് ഒരു 20%-ഓളം മൂവ് ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് നാരായണ ഹൃദയാലയ എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ തേഴ്സ്ഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1276-ലാണ്. ഈ സ്റ്റോക്കും നമുക്ക് ഈ ലെവലിൽ നിന്നൊരു 20% മുകളിലേക്ക് മൂവ് ചെയ്യും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ശ്രീറാം ഫിനാൻസ്. ശ്രീറാം ഫിനാൻസ് കഴിഞ്ഞ ദിവസങ്ങളിലൊരു വളരെ നല്ലൊരു കറക്ഷനിലൂടെ കടന്നു പോയതിന് ശേഷം കഴിഞ്ഞ വീക്കിൽ തേഴ്സ്ഡേയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 2783-ലാണ്. ശ്രീറാം ഫിനാൻസും നമുക്ക് ഇവിടെ നിന്നും നല്ല രീതിയിൽ മുകളിലേക്ക് മൂവ് ചെയ്യും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. നമ്മൾ കഴിഞ്ഞ വീക്കിലി വീഡിയോയിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് ഡയമണ്ട് പിക്ക് 19 ആയിരുന്ന ആവലോൺ ടെക്നോളജീസ് എന്നുള്ള സ്റ്റോക്ക്. ഇതിനു മുമ്പുള്ള വീക്കിൽ മോർ ദാൻ 20%-ഓളം 2 ദിവസം അപ്പോൾ സർക്യൂട്ടിലൊക്കെ മൂവ് ചെയ്തതല്ലേ. അപ്പോൾ അതിനുശേഷം ഈ സ്റ്റോക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നൊരു 550 ലെവലിലായിരുന്നു. ഈ സ്റ്റോക്ക് ഒരു 845 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തപ്പോൾ ഒരു 53%-ഓളം അധികം പ്രോഫിറ്റിലേക്ക് മൂവ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതേസമയം നമ്മളിപ്പോൾ കാണുന്നത് അവലോൻ്റെ ചാർട്ടാണ്. നമുക്കിതിൽ കാണാം 550 ലെവലിൽ നിന്നും ഇതിന് തൊട്ട് മുമ്പുള്ള വീക്കിലി സ്റ്റോക്ക് ഒരു 845 എന്നുള്ള ലെവലിലേക്ക് ഒരു ഹ്യൂജ് റാലി നടത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഈ ഡയമണ്ട് പിക്ക് 19-ൻ്റെ 19-ഒപ്പം തന്നെ നമ്മളൊരു 19 NRI എന്നുള്ള രീതിയിൽ ഒരു അഡീഷണൽ സ്റ്റോക്ക് കൂടെ നമ്മൾ നൽകുകയുണ്ടായി. ആക്ച്വലി നമ്മളിത് ഈ ഡയമണ്ട് പിക്ക് 19 റിലീസ് ചെയ്ത അന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ NRIസിന് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളൊരു അഡീഷണൽ സ്റ്റോക്ക് നമ്മൾ NRI ക്ലയൻസിന് വേണ്ടിയിട്ട് റിലീസ് ചെയ്തതാണ്. ആ സ്റ്റോക്കായിരുന്നു നമുക്ക് കാണാം അപ്പോളോ മൈക്രോ സിസ്റ്റംസ് എന്നുള്ള ചാർട്ട് സ്റ്റോക്കിനെ കാണാം. ഈ സ്റ്റോക്ക് പക്ഷേ 19 NRI 80 രൂപീസിന് നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നത് 160 ലെവലിലേക്ക് വിത്തിൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മൂവ് ചെയ്യുകയും 100%-ലധികം ടാർഗറ്റ് മീറ്റ് ചെയ്ത് എല്ലാവർക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്തൊരു റെക്കമെൻഡേഷനായിരുന്നു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഡയമണ്ട് പിക്ക് 19-ഉം 19 NRIയും രണ്ട് സ്റ്റോക്കുകളും കൂടെ മോർ ദാൻ 150%-ലധികം പ്രോഫിറ്റ് നമ്മുടെ ക്ലയൻസിന് നൽകിയെന്നുള്ളത് കാണാൻ സാധിക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ NRIസിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻസ് റിമൂവ് ചെയ്തപ്പോൾ NRIസിനും ആവലോൺ ടെക്നോളജീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ രണ്ട് റെക്കമെൻഡേഷൻസും അഡീഷണൽ ആയിട്ട് പേയ്മെൻ്റ് നടത്താതെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് ഉപയോഗിക്കാനും സാധിക്കുകയുണ്ടായി. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് ഈ രണ്ട് സ്റ്റോക്കിൽ നിന്നും നമ്മുടെ ക്ലയൻസിന് നേടാൻ സാധിച്ചു. അതിൻ്റെ കുറേയധികം ഫീഡ്ബാക്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്തായാലും ഫീഡ്ബാക്സിനെ കുറിച്ച് അറിയാനുള്ളവരെ സംബന്ധിച്ച് ആ വീഡിയോ മിസ്സായിട്ടുള്ളവർക്ക് കഴിഞ്ഞ വീക്കിൽ വീഡിയോ കാണുകയാണെങ്കിൽ
ഫീഡ്ബാക്സിൽ നിന്ന് കുറേയധികം കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു സ്റ്റോക്ക് ഒരു പേഷ്യൻസോട് കൂടി ഒരു മാർക്കറ്റിൻ്റെ കറക്ഷൻ പീരീഡ് ഹോൾഡ് ചെയ്യേണ്ടതെന്നുള്ളത് അതിന് ശേഷം ആ സക്സസ്ഫുള്ളി സ്റ്റോക്ക് മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് അവർ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതും എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആ വീഡിയോ കൂടെ കാണാവുന്നതാണ്. അതുപോലെ നമുക്ക് ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് സീരീസിൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്ത് കുറേയധികം സ്റ്റോക്കുകളുണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾസ് ആയിട്ടൊരു 3-4 സ്റ്റോക്കുകൾ എടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡയമണ്ട് പിക്ക് 7 HBL പവർ എന്നുള്ള സ്റ്റോക്കിൻ്റെ ചാർട്ടാണ്. ഞങ്ങൾ ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരുന്നത് 50 റുപ്പീസ് ലെവലിലായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്ക് ഒരു വലിയ റാലിയിലൂടെ 657 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്യുകയുണ്ട്. അപ്പോൾ ആ സ്റ്റോക്കിൽ മോർ ദാൻ 1200% പ്രോഫിറ്റ് നേടാനായിട്ട് നമ്മുടെ ഡയമണ്ട് പിക്ക് 7ലൂടെ HBL പവർ എന്നുള്ള സ്റ്റോക്കിലൂടെ നമ്മുടെ ക്ലയൻസിന് സാധിക്കുകയുണ്ടായി. അതുപോലെ ഈ മറ്റൊരു സ്റ്റോക്കായിരുന്നു ഡയമണ്ട് പിക്ക് 15 കിർലോസ്കർ ബ്രദേഴ്സ് എന്നുള്ള സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ഞങ്ങളൊരു 320 ലെവലിലായിരുന്നു റെക്കമെൻഡ് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് 1924 ലെവലിന് മുകളിലേക്കൊക്കെ മൂവ് ചെയ്തപ്പോൾ മോർ ദാൻ 500% പ്രോഫിറ്റ് നേടാനായിട്ട് നമ്മുടെ ക്ലയൻസിന് സാധിക്കുകയുണ്ടായി. അതുപോലെ മറ്റൊരു സ്റ്റോക്കായിരുന്നു ഡയമണ്ട് പിക്ക് 16 JWL എന്നുള്ള ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡ് എന്നുള്ള സ്റ്റോക്ക് 100 റുപ്പീസിലായിരുന്നു നമ്മൾ റെക്കമെൻഡ് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് 700 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തപ്പോൾ മോർ ദാൻ 600% പ്രോഫിറ്റാണ് JWL നമ്മുടെ ക്ലയൻസ് നേടിയത്. അതുപോലെ മറ്റൊരു സ്റ്റോക്ക് ഡയമണ്ട് പിക്ക് 13 സ്നൈഡർ എന്നുള്ള സ്റ്റോക്ക്, സ്നൈഡർ ഇലക്ട്രിക് എന്നുള്ള സ്റ്റോക്ക് 185 ലെവലിലായിരുന്നു ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് 741 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്തപ്പോൾ മോർ ദാൻ 300% പ്രോഫിറ്റാണ് ഈ സ്നൈഡർ ഇലക്ട്രിക്കിൽ നമ്മുടെ ക്ലയൻസിന് നേടാനായിട്ട് സാധിച്ചത്. അതുപോലെ ഞങ്ങൾ നമ്മുടെ ഈ ഡയമണ്ട് പിക്ക് പോലെ തന്നെ നമ്മുടെ മറ്റൊരു സീരീസാണ് ഗോൾഡൻ പിക്ക് സീരീസ്. ആ സീരീസിൽ മോർ ദാൻ 50%-ലധികം പ്രോഫിറ്റ് നേടാവുന്ന രീതിയിലുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. ഞങ്ങളതിൽ കുറേയധികം സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ സീരീസിലേക്ക് ഗോൾഡൻ പിക്ക് സീരീസിലുള്ള ഗോൾഡൻ പിക്ക് 9 ഞങ്ങൾ നവംബർ മന്തിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രീ ബുക്കിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ആ സ്റ്റോക്കിൻ്റെ പ്രീ ബുക്കിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞങ്ങളുടെ ഷോർട്ട് ടൈം റെക്കമെൻഡേഷൻസ്, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ് സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് എന്നുള്ള അതിൽ ആ സീരീസിൽ ഞങ്ങൾ കഴിഞ്ഞ മാസങ്ങളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത റെക്കമെൻഡേഷൻസിൻ്റെ കുറച്ച് സാമ്പിൾസ് നോക്കാം. നമ്മളിപ്പോൾ കാണുന്നത് PGL എന്നുള്ള സ്റ്റോക്കിൻ്റെ ചാർട്ടാണ്. ഈ സ്റ്റോക്ക് 620 ലെവലിൽ എൻ്റർ ചെയ്തതിന് ശേഷം 695 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 12% പ്രോഫിറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അതുപോലെ CRM സിൽക്സ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തിരുന്നത് 515 ലെവലിലായിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്ക് ഞങ്ങൾ 675 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ മോർ ദാൻ 31% പ്രോഫിറ്റാണ് CRM സിൽക്സിൽ ബുക്ക് ചെയ്തത്. അതുപോലെ ശാരദ കോർപ്പ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 495 എൻ്റർ ചെയ്തതിന് ശേഷം 645 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു നിയർലി 30% പ്രോഫിറ്റ് ഞങ്ങൾക്ക് ആ സ്റ്റോക്കിൽ ബുക്ക് ചെയ്തു. അതുപോലെ തന്നെ ഹിഡൽബർഗ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 220 എൻ്റർ ചെയ്തതിന് ശേഷം 250 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 13% പ്രോഫിറ്റാണ് ഞങ്ങൾ ഹിഡൽബർഗിൽ ബുക്ക് ചെയ്തത്. അതിനുശേഷം ബൽറാംപൂർ ചീനി എന്നുള്ള സ്റ്റോക്കിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ സ്റ്റോക്കിൽ ഞങ്ങൾ 598 എൻ്റർ ചെയ്തതിന് ശേഷം 575 പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഒരു 13% പ്രോഫിറ്റ് ഞങ്ങൾക്ക് ബൽറാംപൂർ ചീനിയിലും ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുണ്ടായി. അതുപോലെ ക്യാമ്പസ് ആക്ടിവെയർ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 325 എൻ്റർ ചെയ്തതിന് ശേഷം 370 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റ് കൂടെ ഞങ്ങൾക്ക് ക്യാമ്പസ് ആക്ടിവെയറിൽ ബുക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ സെഞ്ചുറി പ്ലൈ എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 660 എൻ്റർ ചെയ്തതിന് ശേഷം 910 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 37% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് ആ സ്റ്റോക്കിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ കഴിഞ്ഞ വീക്കിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയായിരുന്നു നോക്കാം. ITI ലിമിറ്റഡ് 25% ഉയർന്നാണ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തത്. അതുപോലെ ഇന്ത്യൻ ഹോട്ടൽസ് 8% ഉയർന്നും, JSW എനർജി 7% ഉയർന്നും, വിജയ ഡയഗ്നോസ്റ്റിക്സ് 5% ഉയർന്നും, സുമാറ്റോ 5% ഉയർന്നും, റെയിൻബോ ചിൽഡ്രൻസ് മെഡിക്കെയർ 5% ഉയർന്നും, ബയോകോൺ 4% ഉയർന്നും, എനോക്സ് ഇന്ത്യ 3% ഉയർന്നും, ഇറിസ് ലൈഫ് സയൻസസ് 3% ഉയർന്നും, PB ഫിൻടെക് 3% ഉയർന്നും, കോൺകോർഡ് ബയോടെക് 3% ഉയർന്നും, കോഫോർജ് 3% ഉയർന്നും, KEC ഇൻ്റർനാഷണൽ 3% ഉയർന്നും, സാവൻ എനർജി 3% ഉയർന്നും,
ഫോർട്ടിസ് ഹെൽത്ത് കെയർ 2% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളായതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്കുകൾ കീപ്പ് ചെയ്യാം. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും FIs കഴിഞ്ഞ വീക്കിലും 13,087.7 ക്രോർസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 14,256.5 ക്രോർസിൻ്റെ ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. നിഫ്റ്റി 8th നവംബറിന് ക്ലോസ് ചെയ്തിരുന്നത് 24,148 അതിനുശേഷം 11th നവംബറിന് 6 പോയിൻറ്റ്സ് താഴ്ന്നും, 12th നവംബറിന് 257 പോയിൻറ്റ്സ് താഴ്ന്നും, 13th നവംബറിന് 324 പോയിൻറ്റ്സ് താഴ്ന്നും, അതിനുശേഷം 14th നവംബറിന് 26 പോയിൻറ്റ്സ് താഴ്ന്നുമാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ വീക്കിൽ ടോട്ടൽ 615 പോയിൻറ്റ്സ് ആണ് നിഫ്റ്റി താഴ്ന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാൻ നവംബർ മന്തിൽ 672 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഒക്ടോബർ മന്തിൽ 1605 പോയിൻറ്റ്സിൽ നിന്നും ലോസോടുകൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ 672 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടി വരുമ്പോൾ നമുക്ക് കാണാം മോർ ദാൻ 2200 പോയിൻറ്റ്സിൻ്റെ ലോസാണ് ഒക്ടോബർ നവംബർ മന്തിലുണ്ടായിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടാണ്. വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട ഡെയിലി മൂവിങ് ആവറേജസ് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് 200 DMA ആയിട്ടുള്ള 23,555 ടച്ച് ചെയ്തിരിക്കുന്നത് നമുക്കിതിൽ കാണാൻ സാധിക്കും. നമ്മുടെ അതിൽ 200 DMA വരുന്നത് 23,555 20 DMA വരുന്നത് 24,246 100 DMA വരുന്നത് 24,719 50 DMA വരുന്നത് 24,895 എന്തായാലും മാർക്കറ്റ് എല്ലാ DMAകളിലേക്കും താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ഒരു റിവേഴ്സൽസ് നമുക്ക് ഈ ലെവലിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം മാർക്കറ്റ് ഒരു ഓവർസോൾഡ് ലെവലിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നമ്മളിപ്പോൾ കാണുന്ന നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. നിഫ്റ്റിയുടെ പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുന്നത് 23,784 ആണ്. അതിന് മുകളിൽ 24,084 24,637 24,728 25,384 25,562 ആയിരിക്കും പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവൽസ്. അതേസമയം 23,784 താഴെ സപ്പോർട്ട് ലെവലുകളായിരിക്കുക 23,550 23,189 22,895 22,379 21,716 എന്നീ ലെവൽസ് ആയിരിക്കും. എന്തായാലും നിഫ്റ്റിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ട് 23,189 ലെവലാണ്. അതുപോലെ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു വീക്കിലി റേഞ്ച് നോക്കുമ്പോൾ അപ്പർ റേഞ്ച് 24,728 ലോവർ റേഞ്ച് 22,895 ആണ്. പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 23,784 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഈ വീക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ഓഫ് ദ വീക്ക് കിർലോസ്കർ ഓയിൽ എൻജിൻസ് ആണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1137 ലെവലിലാണ്. ഈ ലെവലിന് മുകളിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ലെവലായിരിക്കും 1273 ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് കിർലോസ്കർ ഓയിൽ എൻജിൻസ് ആണ്. അതുപോലെ നമ്മുടെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ദ ഇന്ത്യൻ ഹോട്ടൽസ് ആണ്. ഇന്ത്യൻ ഹോട്ടൽസ് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു 741 ലെവലിലാണ്. ഈ സ്റ്റോക്ക് ഈ ലെവലിന് മുകളിലേക്ക് മൂവ് ചെയ്താൽ അടുത്ത റെസിസ്റ്റൻസ് 830 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് ദ ഇന്ത്യൻ ഹോട്ടൽസ് ആണ്. അതുപോലെ നമുക്ക് ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ഭാരത് ഗ്ലോബൽ ഡെവലപ്പേഴ്സ്, ITI, മാർസൻസ് ഫാർമ, വിജയ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ, അതുപോലെ പിരമാൽ ഫാർമ എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ്വേർഡ് ട്രെൻഡിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റോക്കുകൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.